ഹബീബായ നബി തങ്ങളെ ഒരു മനുഷ്യനെ ആദ്യമായ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ ആദ്യം അവൻ അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ് ഹബീബേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അദ്ദേഹത്തോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്ന മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. നല്ല ഒരു ചോദ്യമാണ്. ഖബറിൽ അഭിമുഖീകരിക്കേണ്ട ആദ്യത്തെ വിഷയം ഏതാണ്? ആദ്യമായി ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത് ആരെയാണ്? അവ്വലുമായി യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, പഠിച്ചു വെക്കണേ മാനാറുള്ള ചെറുപ്പക്കാരാ, സഹോദരാ. എത്രയെത്ര മരണങ്ങൾ നമ്മൾ കണ്ടവരാണ്. എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അടുത്തിടെ മരണപ്പെട്ടു പോയതാകുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ പ്രായമുള്ളവരെക്കാൾ ചെറുപ്പക്കാരല്ലേ മരണത്തിന്റെ സംഖ്യയിൽ മുൻപന്തിയിലുള്ളത്. അത് ഏത് രീതിയിലായിരുന്നാലും, കള്ളു കുടിച്ചുവിട്ട് കൂത്താടിയിട്ടായിരുന്നാലും, മോശപ്പെട്ട രീതിയിൽ മരണപ്പെട്ടതായിരുന്നാലും, കൊലപാതകൃത്യങ്ങളുടെ കണക്കെടുത്താലും, ഏത് രീതിയിൽ മരണപ്പെട്ടിരുന്നാലും എത്രയെത്ര ചെറുപ്പക്കാരാണ്, ചെറിയ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. ഈ മാനാറിനെ തന്നെ നടുക്കിയതാകുന്ന മരണം. മുഹമ്മദ് ഇർഫാൻ എന്ന പൊന്നുമോന് ഒരു കൊച്ചുകുട്ടി പോലും മരണപ്പെട്ടു പോയില്ലേ? ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയും ഉമ്മയും ഒന്ന് കണ്ടു. അല്ലാഹുവേ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ, നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ സമയത്തും ഹൃദയം വല്ലാതെ നടുങ്ങുകയാണ്, ഹൃദയം വല്ലാതെ വിറക്കുകയാണ്. മക്കളെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ കണ്ണീരോടുകൂടി നിലകൊള്ളുന്ന മാതാപിതാക്കൾ, അല്ലാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഏത് സമയത്താണ് എവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റൂല. മാന്നാർ ടൗൺ പള്ളിയിൽ ഈ വിനീതൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് റബീഉൽ അവ്വൽ പ്രഭാഷണത്തിൽ വരുമ്പോഴൊക്കെ ആ പൊന്നുമോൻ വന്നുകൊണ്ട്, ഉസ്താദേ എനിക്ക് ഹാഫിളാകണം, എനിക്ക് ആലിമാകണമെന്ന് പറഞ്ഞ് എപ്പോഴും വാപ്പയോടൊപ്പം വന്നുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുള്ള മകനാണ്. ഒരുപാട് അലിമീങ്ങളും സാദാത്യങ്ങളുമായിട്ട് ബന്ധമുള്ള കുടുംബമാണ്. എന്നിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നുമോനെ കൊണ്ടുപോയില്ലേ അവന്റെ ചാരത്തേക്ക്? ഇത് റബ്ബിന്റെ വിധി മാത്രമാണ്, അത് പടച്ച റബ്ബിന്റെ വിധി മാത്രമാണ്. നന്മയിൽ ജീവിക്കുന്ന, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്ന, ബുർഉദ്ദാഇനെ ഇഷ്ടപ്പെടുന്ന, ഹബീബായ നബി തങ്ങളെ പ്രേമിച്ചുകൊണ്ട് അനുരാഗത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് പ്രവാചക പൊങ്കവനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പൊന്നുമോനെ ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക്, അല്ല അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അവൻ കൊണ്ടുപോയതിൽ അതിശയോക്തിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരായ യുവാക്കളെ, ഞാനും നിങ്ങളും മരണത്തെക്കുറിച്ച് ഒരു വേളയൊന്ന് ചിന്തിക്കണം. ഈ രമത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ എത്രയെത്ര പൂർവ്വസൂരികൾ അന്ത്യവിശ്രമം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളില്ലേ, നമ്മുടെ കൂട്ടുകുടുംബാദികളില്ലേ, നമ്മുടെ ബന്ധുമിത്രാദികളില്ലേ, നമ്മുടെ സഹോദരങ്ങളില്ലേ, നമ്മുടെ സുഹൃത്തുക്കളില്ലേ, നമ്മുടെ അയൽവാസികളായി നമ്മളോടൊപ്പം എപ്പോഴും സൊറ പറഞ്ഞിരുന്ന, വൈകുന്നേര സമയത്ത് അരമതിലിന്റെ ചാരത്ത് വന്നിരുന്നുകൊണ്ട് നിന്നോട് കഥ പറഞ്ഞിരുന്ന എത്രയെത്ര ഉമ്മമാര്, എത്രയെത്ര ചെറുപ്പക്കാരികളാണ് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്നത്. എത്രയെത്ര ആളുകളുടെ മുഖത്തേക്കാണ് പിടിമണ്ണ് വാരിയിട്ടത് ചെറുപ്പക്കാരാ. എന്നിട്ടും നിനക്ക് മരണത്തെ കുറിച്ച് ചിന്തയില്ലാതെ പോയോ? ഈ അടുത്തടുത്ത് എത്രയെത്ര സിനിമാ നടന്മാരാണ്, നടിമാരാണ് മരണപ്പെട്ടു പോയത്. ആരാണ് മരിക്കാത്തത്? ലോകം കണ്ട് വിറപ്പിച്ചതാകുന്ന ഫിർഔൻ പോയില്ലയോ? ഏകാധിപത്യത്തിന്റെ, സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ഹിറ്റ്ലർ മരണപ്പെട്ടു പോയില്ലയോ? നമ്രൂദ് മരണപ്പെട്ടു പോയില്ലയോ? മരണത്തിന് കീഴടങ്ങാത്തത് ആരാണ്? ചെറുപ്പക്കാരാ. എല്ലാ സ്വേച്ഛാധിപതികളും, എല്ലാ ഏകാധിപതികളും മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നാണയത്തിന്റെ മറുവശത്ത് ഫോട്ടോ പതിച്ചതാകുന്ന ആളുകൾ വരെ ഇന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഒരാൾ പോലും ജീവിച്ചിരിക്കുന്നില്ല. മാക്സിമം 100 വയസ്സ്, അല്ല 150 വയസ്സ്, അതിനപ്പുറത്തേക്ക് ആയുസില്ലാത്ത കാലഘട്ടം. ചിന്തിക്ക് മനുഷ്യ, നീ എന്താണ് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് രഹസ്യമായ രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ
വീഴ്ച നടത്തി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, പാതിരാത്രി സമയത്ത് ഭർത്താവ് അറിയാതെ കാമുകനെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ടുകൊണ്ട് അവനെ വിളിച്ചു കയറ്റി അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉളുപ്പില്ലാതെ നാണമില്ലാതെ വെമ്പൽ കൊള്ളുന്ന പെങ്ങളെ, മാനാറിലുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, എന്തേ നിനക്ക് പറ്റിപ്പോയി? നീ എന്തേ സയ്യിദവറുകളെ മറന്നുപോയോ? ആത്മീയതയുടെ പ്രഭ നിങ്ങൾക്ക് വാരി വിതറിയ നിന്റെ മാതാപിതാക്കളെ ഈ മാനികമാകുന്ന പ്രഭയിലേക്ക് കൊണ്ടുവന്ന, ആത്മീയമാകുന്ന ജാലയിലേക്ക് എത്തിച്ച നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബാദികളെ ജീവസുറ്റതാകുന്ന പ്രഭാപുരത്തിലേക്ക് കൊണ്ടുവന്നതാകുന്ന ഈ മഹാന്മാര് ജീവിച്ചിരിക്കേ, അവർ ഖബറിലാണെങ്കിലും അവർ ജീവിച്ചിരിക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കേ തെറ്റ് ചെയ്യാൻ പെങ്ങളെ നിനക്കെങ്ങനെയാണ് തോന്നിയത്? ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് തോന്നിയത്? പാതിരാത്രി സമയം മാത്രമല്ല, പകലിൻ്റെതാകുന്ന സമയങ്ങളിൽ പോലും കള്ളു കുടിക്കുന്നവരില്ലയോ? ലഹരി നുണയുന്നവരില്ലയോ? കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരില്ലയോ? ഡ്രഗ്സിനടിമപ്പെട്ട ആളുകളില്ലയോ? അത്തരത്തിലുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യരുത്, അത് വിൽക്കരുത്, അത് കൊടുക്കരുത് എന്ന് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ വരെ രഹസ്യമായി നാവിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ വരെ നമസ്കരിക്കാൻ മടിയില്ലാതെ കടന്നു വരാ തയ്യാറാകുന്ന ചെറുപ്പക്കാരാ, യുവാക്കളെ, നിനക്കെന്ത് പറ്റിയടാ? നീ എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ വഞ്ചിക്കുന്നത്? ആ ഭാര്യ നിനക്ക് നൽകിയ സ്നേഹം എത്ര വലിയ ലാളിത്യത്തിന്റെ ആയിരുന്നു, എത്ര വലിയ സത്യത്തിന്റെ ധൂമായിരുന്നു. ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നീ മോശമായ രീതിയിൽ അന്യ സ്ത്രീകളുമായി ചാറ്റിങ് നടന്നില്ലയോ? നിന്റെ മൊബൈൽ ഫോൺ അതിന് വില്ലനായില്ലയോ? നീ അള്ളാഹുവിനെ മറന്നുപോയോ? അള്ളാഹുവിന്റെ റസൂലിനെ മറന്നുപോയോ? ആ പ്രവാചകർ മുഖേന ഈ ലോകത്തേക്ക് ദഅവത്തുമായി കടന്നു വന്നതാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധം നിനക്ക് മറന്നുപോയോ? എന്തേ ചെറുപ്പക്കാരാ നിനക്ക് സംഭവിച്ചു പോയത്? അതുകൊണ്ട് നീ മരണത്തെ കുറിച്ച് ഒരു വേളയൊന്ന് ചിന്തിക്കണം. എല്ലാം അസ്തമിക്കുകയാണ് മരണത്തിലൂടെ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോവുകയാണ്. ഇനി ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരില്ല. ഇനി നിന്റെ കൂട്ടുകാരിലേക്ക് അടുക്കാൻ പറ്റൂല. നിന്റെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചത്, നിന്റെ കൂട്ടുകാരെ തെറി വിളിച്ചത്, നീ സമൂഹത്തിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയത്, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞത്, അയൽവാസികളെ കുറിച്ച് മോശത്തരം പറഞ്ഞു നടന്നത്, നമീമത്തിൽ ഏർപ്പെട്ടത്, കളവ് നടത്തിയത്, കളവ് മുതൽ മറ്റുള്ളവരുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് ഭക്ഷിച്ചത്, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നീ മരിച്ചങ്ങ് കബറിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ അതാ ഒരു മലക്ക് കടന്നു വരുകയാണ്. ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് ഉക്തുബ അമലകാ, ഉക്തുബ അമലകാ. അല്ലയോ അല്ലാഹുവിന്റെ അടിമേ, നീ നിന്റെ അമലുകളെ മുഴുവൻ രേഖപ്പെടുത്തണേ. അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്താണ് രേഖപ്പെടുത്താനുള്ളത്? ഖബറിനകത്ത് വന്നിരിക്കുന്ന മനുഷ്യനോട് 25, 35, 45, 50, 60, 70, 90, 100 കൊല്ലമൊക്കെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് മോശമായ രീതിയിൽ കണ്ടുകൊണ്ടുപോയി, മോശമായ രീതിയിൽ കാതുകൊണ്ടുപോയി, സിനിമാറ്റിക് ഡാൻസുകൾ കണ്ടുകൊണ്ട്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട്, അശ്ലീല ലോകത്തേക്ക് കൈകൾ കൊണ്ടുപോയി, സിനിമാ ടാക്കീസിലേക്ക് കാലുകൾ കൊണ്ട് നടന്നുപോയി. അങ്ങനെ ഹറാമിലൂടെ ചിന്തിച്ച്, ഹറാമ പ്രവർത്തിച്ച്, ഹറാമായ രീതിയിൽ നടന്നു നീങ്ങിയതാകുന്ന മനുഷ്യൻ അവൻ ഖബറിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്താണ് എഴുതേണ്ടത്? മാമഈ ദവാതുൻ വലാ ഖിർതാസ്. ഖബറിനകത്ത് നിന്നുകൊണ്ട് റഹ്മാൻ എന്ന മലക്ക് വിളിച്ചുണർത്തിയതാകുന്ന മനുഷ്യൻ പെങ്ങളെ പറയുകയാണ്, എൻ്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എൻ്റെ കയ്യിൽ മഷിയില്ല. മാമഈ ദവാതുൻ വലാ ഖലമുൻ വലാ ഖിർതാസ്. എഴുതാനുള്ള പേനയില്ല, എഴുതാനുള്ള കടലാസില്ല, എഴുതാനുള്ള മഷിയില്ല. അപ്പോഴാണ് അവനോട് മലക്ക് പറയുന്നത്, കലമുക ഖിർതാസുക, കലമുക
കലമുക ഖിർതാസുക വമിദാദുക റീഖുക വയസ്ബഉക കലമുക. നിന്റെ പേന എന്ന് പറയുന്നത് നിന്റെ വിരലിന്റെ തുഞ്ചമാണ്. നിന്റെ കഫൻ പുടവയാണ് നിനക്കുള്ളതാകുന്ന പേപ്പർ എന്ന് പറയുന്നത്. നിന്റെ വിരലിന്റെ തുഞ്ചം കൊണ്ട് നിന്റെ വായിലൂടെ ഓടിക്കളിക്കുന്ന ഉമനീരിലേക്ക് വിരലെന്ന് വെച്ചിട്ട് ആ ഉമനീര് മഷിയാക്കിയിട്ട് നിന്റെ കഫംപുടയിലേക്ക് നീ ചെയ്ത അമലുകൾ മുഴുവനും രേഖപ്പെടുത്താൻ അവനോട് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇത് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇത് പഠിപ്പിച്ചത് ഹബീബാണ്. ഇത് രേഖപ്പെടുത്തി വെച്ചത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ 8-ാം പേജിലാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഇത് ഖബറിൽ സംഭവിക്കുന്നതാണ്. അവൻ രേഖപ്പെടുത്താൻ വേണ്ടി ഓർക്കുകയാണ്, അല്ലാ ഞാൻ എന്തൊക്കെ തെറ്റാണ് ചെയ്തു പോയത്. അപ്പോഴാണ് അവന്റെ ചെറുപ്പം മുതൽ അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്തു വെച്ചതാകുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അവന്റെ ചെറുപ്രായത്തിൽ മുതൽ അവൻ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും കടന്നു വരുകയാണ്. അന്യന്റെ മുതൽ കട്ടെടുത്തത്, പള്ളിയിൽ പോയപ്പോൾ ചെരിപ്പടിച്ച് മാറ്റിയത്, പള്ളിയിൽ നിറങ്ങുമ്പോൾ ഇമാമിന്റെ മൊബൈൽ ഫോൺ അറിയാതെ പോക്കറ്റിലിട്ട് പോകുന്നത്, അതിന്റെ സിമ്മൂരി വലിച്ചു മാറ്റിയത്, അങ്ങനെ തുടങ്ങി ചെറുപ്പത്തിൽ മുതൽ അവൻ ചെയ്തു വെച്ചതാകുന്ന എല്ലാ കളവിന്റെ ശീലങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് വരുകയാണ്. യജമാനെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചത്, മുതലാളി അറിയാതെ ഗൾഫിൽ നിന്ന് അറബി യത്തീംഖാനയിലാക്കിയിട്ട് കിട്ടിയതാകുന്ന നാണയക്കുട്ട് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് സുന്ദരമായ വീട് വെച്ചുകൊണ്ട് വലിയതാകുന്ന ഗളവളപ്പിൽ പളവളപ്പിൽ